ശരംകുത്തിയിൽ എത്തി ഘോഷയാത്ര. തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ ശരംകുത്തിയിലെത്തി. ഇനി അവിടെ വിശ്രമിക്കും. ഇനി ഇവിടെ നിന്ന് ഈ ശബരിമല സന്നിധാനത്ത് നിന്ന് ദേവസ്വം അധികൃതർ അവിടെ പോയി സ്വീകരിച്ച് കൊണ്ടുവരണം. അതുവരെ അവർ അവിടെ കാത്തു നിൽക്കും. ഇനിയിപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ചടങ്ങ് ഇവിടെ നടക്കാനുള്ളത് ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാത്തവർക്ക് അതിനുള്ള അനുമതി സന്നിധാനത്ത് നിന്ന് നൽകുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ അതിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രനട അടച്ചിരിക്കുകയാണ്. കൃത്യം 5 മണിക്ക് നട തുറക്കും. നട തുറന്ന ശേഷം തന്ത്രിയും മേൽശാന്തിയും അനുമതി നൽകും. ആ അനുമതി നൽകിയ ശേഷം അവരെ ഇവിടെ നിന്ന് വിശ്വാസപരമായ ആചാരപരമായിട്ടുള്ള ഒരു യാത്രയാണ് അങ്ങോട്ടുള്ളത്. അവരൊരു വെള്ളമുണ്ടും കസവും ഒക്കെ തന്ത്രി അണിയിക്കുന്ന മാലയും ധരിച്ചുകൊണ്ട് അവർ നേരെ ശരംകുത്തിയിലേക്ക് പോകും. ശരംകുത്തിയിലെത്തി അയ്യപ്പന്റെ അച്ഛനായിട്ടുള്ള ഭദ്രത്ത് രാജാവ് കൊടുത്തയക്കുന്ന തിരുവാഭരണത്തെ തൊട്ടുവണങ്ങി അവർ ആ തിരുവാഭരണത്തെ കർപ്പൂരാഴിയുടെയും തീവെട്ടിയുടെയും ഒക്കെ തന്നെ അകമ്പടിയോടുകൂടി ആ തന്ത്രി നിയോഗിക്കുന്ന അത് ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് സ്വീകരിച്ച് നേരെ ആ ശരംകുത്തി ഇറങ്ങി നേരെ വന്ന് നമ്മുടെ നടപ്പന്തലിന്റെ തുടക്കത്തിലേക്ക് എത്തുമ്പോഴേക്കും തുള്ളി ഉറഞ്ഞാടിയ കോമനങ്ങൾ വരുന്ന ഒരു കാഴ്ച എന്ന് കാണണം. 3 പേടകങ്ങളാണ് ഇതിൽ പ്രധാനമായുള്ളത്. ഒന്നാമത്തെ പേടകമാണ് പ്രധാനപ്പെട്ട പേടകം. അതിൽ അയ്യപ്പന്റെ തിരു ആഭരണങ്ങൾ അടങ്ങിയ പേടകം, ഇന്ദ്രനീലക്കല്ലും മണിമാല അടക്കമുള്ള കാര്യങ്ങൾ, സ്വർണം തങ്കത്തിൽ തീർത്ത തിരുരൂപം ഒക്കെ അണിഞ്ഞ പ്രഭടയൊക്കെ അണിഞ്ഞ അല്ലെങ്കിൽ അയ്യപ്പന്റെ വാഹനം എന്ന് വിശേഷിപ്പിക്കുന്ന കുതിരയും ആനയും അടക്കമുള്ള കാര്യങ്ങൾ അടങ്ങിയ തിരുവാഭരണ പെട്ടി. ആ പെട്ടി മാത്രമാണ് 18-ാം പടി കടന്ന് മുകളിലേക്ക് വരിക. ആ 18-ാം പടി കടന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങളോടുകൂടി ഓരോ ആൾക്കാരും ആ തിരുവാഭരണ പെട്ടിയെ ഒന്ന് തൊട്ടു തൊഴുത് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യം സാധ്യമാക്കണേ എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന ആൾക്കാരാണ്. ആ തിരുവാഭരണ പെട്ടി നേരെ മുകളിലേക്ക് പോകുന്ന സമയത്ത് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ആ തിരുവാഭരണ പെട്ടി സ്വീകരിക്കുന്നു. ആ മേൽശാന്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. കാര്യം ഇനി ഒരിക്കലും അദ്ദേഹത്തിന് ആ ഒരു ഭാഗ്യം ഉണ്ടാകില്ല. കാര്യം തിരുവാഭരണം ചാർത്താനുള്ള, അയ്യപ്പനെ തിരുവാഭരണം ചാർത്താനുള്ള ഒരു ഭാഗ്യം നിയോഗിച്ച ഒരു ദിവസം കൂടിയാണ്. ഈ ദിവസം കഴിഞ്ഞ് അടുത്ത മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ തിരുവാഭരണം ചാർത്തിക്കാൻ ശബരിമല സന്നിധാനം എല്ലാവരും ദൃശ്യങ്ങൾ കാണാൻ. സി പ്രദീപ് നാരായൺ, എനിക്ക് തോന്നുന്നു കണ്ണ അനന്ത അതിനുവേണ്ടിയുള്ള അല്ലേ തിരുവാഭരണത്തെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സന്നാഹങ്ങൾ വിലയിരുത്താണെന്ന് തോന്നുന്നു മന്ത്രി അല്ലേ? മന്ത്രിയുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറുണ്ട്. അങ്ങനെ ദേവസ്വം അധികൃതരും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ കൊടിമരച്ചുവട്ടിൽ ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ പോകുന്നവർ അവർക്ക് യാത്രാനുമതി നൽകാനുള്ള ഒരു ചടങ്ങ് നടക്കാറുണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തുനിൽപ്പാണ്. ഇവിടെ നിന്ന് അവർക്ക് ഹാരം അണിഞ്ഞു കൊടുക്കും. ആ ഹാരം ഇട്ടുകൊണ്ടാണ് അവർ 18-ാം പടി ഇറങ്ങി. നോക്കൂ, ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി ഇറങ്ങാൻ പറ്റുന്ന ഒരു അവസരമാണ് അത്. തന്ത്രി അനുമതി നൽകുന്നവർക്ക് അവിടെ നിന്ന് അയ്യപ്പ ഭഗവാൻ അനുമതി നൽകുന്നവർക്ക് അങ്ങനെ പോകാം. ആ സമയത്ത് പ്രധാനപ്പെട്ട ചില ചടങ്ങുകൾക്ക് അത് അനിവാര്യമാണ്. അങ്ങനെ അവർ 18-ാം പടി ഇറങ്ങി ശരംകുത്തിയിൽ പോയി തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് പിന്നീട് ഘോഷയാത്രയുടെ ഒരു വരവുണ്ട് സന്നിധാനത്തേക്ക്. അത് എങ്ങനെയാണ് വർണ്ണിക്കുക, എങ്ങനെയാണത് പുറത്തേക്ക് അതിന്റെ ആനന്ദം എത്തിക്കുക എന്ന് നമുക്ക് അറിയില്ല. കാരണം ശരംകുത്തിയിൽ നിന്ന് ആദ്യം ഈ അയ്യപ്പ സേവാ സംഘത്തിന്റെ വോളണ്ടിയർമാരാണ്. അവർ ഈ കർപ്പൂര ആഴിയും തീവെട്ടിയും ഒക്കെ അതിന്റെ ആ ഒരു പ്രകാശം, ആ അഗ്നിയുടെ പ്രകാശം, അഗ്നിജ്വാലകളുടെ പ്രകാശം, ആ പ്രകാശ വലയത്തിൽ അവർ വരുന്ന ഒരു കാഴ്ചയുണ്ട്. വെള്ള ഷർട്ടും വെള്ള പാന്റുമാണ് അവരുടെ വേഷം. വെള്ള മുണ്ടാണ് ചിലർ ഉടുക്കുക. അപ്പോൾ ഒരു തൂവെള്ള ഡ്രസ്സ് അണിഞ്ഞ, വസ്ത്രമണിഞ്ഞ അവർ ഇങ്ങനെ വരിവരിയായി വരും. അവരുടെ കയ്യിൽ കർപ്പൂരാഴിയുണ്ട്, തീവെട്ടിയുണ്ട്. അഗ്നിജ്വാലകളുടെ നടുവിലൂടെയാണ് അവർ വരുന്നത്. അതിനിടയിലൂടെ ചില രൂപങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അതിന് പിന്നാലെ ഈ സ്വീകരിക്കാൻ പോയ ദേവസ്വം അധികൃതർ കടന്നെത്തും. അവർ ഈ തിരുവാഭരണത്തിന് മുൻപേ തന്നെ 18-ാം പടി കടന്ന് തിരുമുറ്റത്തേക്ക് കയറും. അതിന് പിന്നാലെ ആ 3 പേടകവും വഹിച്ച്, അതായത് തിരുവാഭരണത്തെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ തന്ത്രിയാണ് നിയോഗിക്കുന്നത്. അവർ നേരെ വന്ന് തിരുവാഭരണം വരുന്നുണ്ട്, തന്ത്രി വേഗം തയ്യാറായിക്കോളൂ, അയ്യന്റെ തിരുവാഭരണം വരുന്നുണ്ട്, ആ തിരുവാഭരണത്തെ സ്വീകരിക്കാൻ വേണ്ടി തന്ത്രിയും മേൽശാന്തിയും അടക്കമുള്ളവർ തയ്യാറായിക്കുള്ളൂ എന്നുള്ളൊരു അല്ലെങ്കിൽ ആ ഒരു അറിയിപ്പ് നൽകിയ ശേഷമായിരിക്കും അവർ മാറുക. അതിനുശേഷം ഈ 18-ാം പടി, 18 ദൈവങ്ങൾ, 18 മലകളുടെ അധിപന്മാർ, 18 മലകളുടെ മൂർത്തികൾ അധിവസിക്കുന്ന ഈ 18 മലകളും ഈ 18 പടികളും കടന്ന് 18 പടികളും ചവിട്ടി തുള്ളി ഉറഞ്ഞാടി വരുന്ന ഒരു കാഴ്ചയുണ്ട്. തിരുവാഭരണ പേടകത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയേണ്ടതുണ്ട്. പ്രധാനമായും അയ്യപ്പന്റെ ഇന്ദ്രനീലം കല്ല് പതിച്ച കിരീടമടങ്ങിയ തിരുമുഖം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് നമ്മൾ തിരുവാഭരണം ചാർത്തി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ആ തിരുമുഖമാണ് അയ്യപ്പനെ അണിയിക്കുന്നത്. അതിനൊപ്പം അങ്കിയുണ്ട്, വാഹന സങ്കല്പമായ വാജിവാഹനം ആണ്. അയ്യപ്പന്റെ വാഹനം ഏതാണ് എന്ന് പോയി ചോദിക്കുമ്പോൾ പല ആൾക്കാരും പറയും പുലി വാഹനമാണ്.
ഒരിക്കലും കുതിരയാണ് അയ്യപ്പന്റെ വാഹനം എന്ന് പറയുന്നത്. കാനനവാസനായതുകൊണ്ടാണ് ആനയും കുതിരയും ഒക്കെ ഭഗവാന്റെ വാഹനമാകുന്നത്. അതിനൊപ്പം തന്നെ വെള്ളി കെട്ടിയ വലംപിരിശം കൊണ്ട് ശരപ്പുളി മാലയുണ്ട്, മണിമാലയുണ്ട്, എരിക്കിൻ പൂമാലയുണ്ട്, പ്രഭാമണ്ഡലമുണ്ട്, സുവർണ വാളുണ്ട്. അത് അവിടെ തൊട്ട് ഭഗവാൻ പഴയ യോദ്ധാവായി മാറുകയാണ്. നിന്ന് യോദ്ധാവിലേക്കുള്ള ഒരു മാറ്റമാണ്. അതായത് ചുരികയും സ്വർണ്ണക്കടാരയും പൂർണ്ണപുഷ്പല സങ്കല്പങ്ങളുമുണ്ട്. അതും നേരെ ഈ ക്ഷേത്രത്തിലേക്കാണ് വരുന്നത്. നവരത്ന മോതിരമൊക്കെ അണിഞ്ഞ് ഒരു രാജാവ് എങ്ങനെയാണോ ഇരിക്കുന്നത്, അതിന് സമാനമായ രീതിയിൽ അയ്യപ്പന്റെ രൂപമാറ്റം അല്ലെങ്കിൽ ഭഗവാന്റെ രൂപമാറ്റം വരുന്ന ഒരു അവസ്ഥ ഒരു അച്ഛൻ മകനെ കൊടുത്തുവിടുന്നതാണ്. ഒരു പന്തളത്ത് നിന്ന് 3 ദിവസമായി ഈ ഭക്തന്മാരെല്ലാവരും കൂടി ചേർന്ന് ഒരു മകന് കൊടുത്തുവിടുന്നത്. പന്തളം എന്ന് പറയുന്നത് ഒരു മകൻ പിതാവിന് കൊടുത്ത വാഗ്ദാനത്തിന്റെ പാലനം കൂടിയാണ്. ഭഗവാൻ ഈ ശബരിമല സങ്കേതത്തിലേക്ക് വന്നത് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ധർമ്മശാസ്താവ് എന്ന് പറയുന്നത് ലോക സംരക്ഷകനായി വാണരുളുന്ന ശബരിമല ക്ഷേത്ര സങ്കേതമാണ്. ആ ക്ഷേത്ര സങ്കേതത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാനും വാവൂർസ്വാമിയും വെളുത്തോനും കടുത്തയും ഒക്കെ വന്ന് ചേർന്ന് ഇവിടെ. പക്ഷേ ഭഗവാൻ വേറൊരു തീരുമാനമെടുത്തു. ഇനി ഇവിടെ നിന്ന് മടക്കമില്ല. ഉദയനൻ എന്ന് പറയുന്ന മറവപ്പടകളെയൊക്കെ ഓടിച്ചതിന് ശേഷം ഞാനിവിടെ ഭഗവാന്റെ ഈ ക്ഷേത്ര സങ്കേതത്തിൽ ഞാനിനി വാണരുളാം എന്ന് സ്വാമി അതൊരു നിയോഗം പോലെ ഏറ്റെടുക്കുകയാണ്. എന്റെ അവതാര ലക്ഷ്യം പൂർത്തിയായിട്ടുണ്ട്. ഇനിയുള്ള എന്റെ അവതാര ലക്ഷ്യത്തിന്റെ ബാക്കി കാര്യം എന്ന് വെച്ചാൽ എന്നെ കാണാൻ കുറെ ഭക്തന്മാരുടെയൊക്കെ എത്തും, കോടാനുകൂടി ഭക്തന്മാരെത്തും. ഈ നാട്ടിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസമുണ്ട്. തത്വവസ്തുക്കളായിട്ടുള്ള തത്വവസി എന്ന് പറയുന്ന ആ ആപ്തവാക്യം നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ 18-ാം പടി ചവിട്ടി മുകളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ആനന്ദ തിരുവാഭരണ ഘോഷയാത്ര ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഞാൻ ഹരിയിലേക്കൊന്ന് പോവുകയാണ്. ഹരി ഇപ്പോൾ 18-ാം പടിയുടെ തൊട്ട് താഴെയുണ്ടോ? അവിടെ എങ്ങനെയാണ് ഒരുക്കങ്ങൾ? തിരുവാഭരണ ഘോഷയാത്ര ഏത് ഭാഗത്തെത്തി? തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിയിരിക്കുകയാണ്. 18-ാം പടിക്ക് താഴെയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 18-ാം പടി ഇറങ്ങി വരുന്ന തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി 18-ാം പടി ഇറങ്ങി വരുന്നവരെ നമുക്ക് അല്പസമയം കൂടി കഴിയുമ്പോൾ കാണാൻ കഴിയും. ഇവിടെ നിന്ന് കാണാം നമുക്ക് ദേവസ്വം മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം ആ കൊടിമര ചുവട്ടിൽ നിൽക്കുന്നുണ്ട്. തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ പോകുന്നവരെ യാത്ര അയക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ നിൽക്കുന്നത്. അല്പസമയം കൂടി കഴിയുമ്പോൾ തന്ത്രി പൂജിച്ച ഹാരമണിഞ്ഞ ആ നേരിയ മുണ്ടുടുത്ത ആ സംഘം, തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്ന ആ സംഘം 18-ാം പടി ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി ഇറങ്ങി വരുന്ന ആ കാഴ്ച നമുക്ക് അല്പസമയം കൂടി കഴിയുമ്പോൾ കാണാൻ കഴിയും. തിരുവാഭരണ ഘോഷയാത്രയെ ശരംകുത്തിയിലെത്തി അവർ സ്വീകരിച്ച് മടങ്ങുന്നതായിരിക്കും പിന്നെയുള്ള ചടങ്ങ്. ശരംകുത്തിയിൽ ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര എത്തിയിട്ടുണ്ട്. ശരംകുത്തിയിൽ വിശ്രമിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ സംഘം പോയതിനു ശേഷമായിരിക്കും ശരംകുത്തിയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ച് നേരെ സന്നിധാനത്തേക്ക് എത്തുക. തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാനുള്ളവർക്ക് ഉള്ള അനുമതി നൽകുന്നതിൻ്റെ അടക്കം ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശ്രീകോവിലിൽ നിന്ന് നമ്മൾ കാണുന്നത്. മറ്റൊരു കാഴ്ച അങ്ങോട്ടേക്ക് തിരുവാഭരണ ഘോഷയാത്ര മെല്ലെ എത്തുന്നതാണ്. മാല അണിയിച്ചാണ് അത്. അതായത് അനുഷ്ഠാനപരമായിട്ടും ഒപ്പം തന്നെ പോലീസ്, മറ്റ് ദേവസ്വം ബോർഡ് പ്രതിനിധികൾ അവരൊക്കെ ഇതിൻ്റെ ഒരു ചടങ്ങിൻ്റെ ഭാഗമാണ്. അത് ആ നിലയ്ക്ക് തന്നെയാണ് തുടരുന്നത്. അപ്പോൾ അവർക്കും അതേ നിലയിൽ ശ്രീകോവിലിന് ആ ഒരു അനുമതി നൽകുന്ന ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാനായി താഴേക്ക് പോകുന്നവർക്ക് വേണ്ടുള്ള ഒരു അനുമതി, ഒരു ചടങ്ങെന്ന നിലയ്ക്ക് അനുമതി നൽകുന്ന ദൃശ്യങ്ങൾ. അവരെ മാല എണീച്ചുകൊണ്ട് അവർക്ക് അതിനുള്ള അനുമതി നൽകുകയാണ്. മറുഭാഗത്തുത നൂറുകണക്കിന് ഭക്തരാണ് അതിന് പിന്നാലെ ഇരുമുടിക്കെട്ടേന്തി ശബരീശ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തിലേക്ക് അടുക്കുകയാണ്. 18-ാം പടി നേരത്തെ അതിലെ ശുദ്ധികർമ്മമൊക്കെ കഴിഞ്ഞ് പൂർണ്ണമായി പുഷ്പങ്ങളാലൊക്കെ അലങ്കരിച്ച് മനോഹരമായി സുന്ദരമായ ഒരു കാഴ്ചയായി അവിടെ കാത്തു നിൽക്കുകയാണ്. അതിലൂടെയാണ് തിരുവാഭരണ ഘോഷയാത്ര ശ്രീകോവിലേക്ക് എത്തുക. തിരുവാഭരണ ഭൂഷിതനായ അയ്യപ്പനെ കാണാനുള്ളൊരവസരം അത് ഇന്ന് ശബരിമലയിൽ എത്തുന്നവർക്ക് ലഭിക്കുന്ന ഒരു സുവർണ നിമിഷമാണ്. ഒപ്പം തന്നെ മകരവിളക്ക് ദർശനവും നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായൊരു നിബന്ധന അല്ലെങ്കിൽ പരിമിതി വെച്ചിട്ടുണ്ട് ദർശനത്തിനുള്ള ആളുകളുടെ എണ്ണത്തിൽ. കാരണം പരിമിതമായ സ്ഥലമാണ്. വലിയ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ട് കൂടി കണക്കിലെടുത്ത് ആ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും പാലിക്കുക എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പുല്ലുമേട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ദൂരെ നിന്ന് മകരവിളക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. അവിടെയും ഒരുപാട് ഭക്തർ നേരത്തെ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. കൃത്യമായി പോലീസ് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ ദയവായി പാലിച്ച് മുന്നോട്ട് പോകാൻ കൂടി. കാരണം ഒരു തിരക്കിൻ്റെ ഒരു അവസ്ഥ വരാൻ സാഹചര്യമുണ്ട്. അപ്പോൾ പോലീസിൻ്റെയൊക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വളരെ ക്ഷമയോടെ യാത്ര ചെയ്യുക എന്നുകൂടി പറയുന്നു. നമ്മൾ ഈ ശബരീശ സന്നിധിയിലേക്ക് മല ചവിട്ടി കയറി എത്തുന്നത് നമ്മുടെ
നമ്മുടെ വികാരങ്ങളെ അടക്കാനുള്ള ഒരു പരിശീലനം കൂടിയാണ്. നമ്മളിൽ ഉണ്ടാകുന്ന ദേഷ്യം അല്ലെങ്കിൽ അത്തരം ആസക്തികൾ എന്തിനേയും ഏതിനേയും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന നിലയിൽ പ്രതികരിക്കുന്ന മനുഷ്യർ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പതുക്കെ ഒതുക്കി നിർത്തി കുറച്ചുകൂടി ക്ഷമാപൂർവ്വം ജീവിതത്തെ കാണാനും ആളുകളോട് ഇടപഴകാനും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യങ്ങളിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച ശേഷം പ്രതികരിക്കാനുള്ള നിലയിലേക്കൊക്കെ നമ്മളെ മാറ്റിയെടുക്കുന്ന, അതായത് ഒറ്റയടിക്ക് തകർത്ത് കളയേണ്ടതല്ല ജീവിതമെന്നും മനുഷ്യരായിട്ടുള്ള ബന്ധമെന്നും ഒക്കെ ഉള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ മല കയറുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്നത് നമ്മളെ പരുവപ്പെടുത്തലാണ്. ഓരോ പ്രതിസന്ധികളെയും മറികടക്കാൻ, ക്ഷമാപൂർവ്വം മറികടക്കാൻ. ഇപ്പോൾ ശബരിമലയിലേക്ക് കയറുമ്പോൾ ഇപ്പോഴൊക്കെ നമുക്ക് തൊട്ടടുത്ത് വെള്ളവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വെള്ളമുണ്ടെങ്കിലും ഭക്ഷണമുണ്ടെങ്കിലും ആ മലകയറ്റം ഉണ്ടാക്കുന്ന ഒരു കാഠിന്യാവസ്ഥയുണ്ട്. അപ്പോൾ അതിനെ മറികടക്കുക, ഒന്ന് നിന്ന് ശ്വാസമെടുത്തൊക്കെയാണ് പോവുക. ആ ഒരു പ്രതിസന്ധി എന്നത് നമ്മുടെ വികാരങ്ങളെ മറികടക്കാനുള്ള ഒരു കരുത്തായിട്ട് മാറ്റാൻ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന ഓരോ ഭക്തന് കഴിയും. യോഗനിദ്രയിലുള്ള ഭഗവാനാണ് അയ്യപ്പൻ. അയ്യപ്പൻ എന്നതാൽ വളരെ ക്ഷമയോടെ കാര്യങ്ങളെ കാണുന്നതാണ്.